വർഷത്തിൽ 1-2 മാസം മാത്രം ഉപയോഗിക്കുന്ന വീട്ടിൽ വെറുതെ കിടക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് അടക്കാൻ നമുക്കൊരു മടിയില്ല അല്ലേ? എന്നാൽ നമ്മുടെ സേഫ്റ്റിക്ക്, അതുപോലെ നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ എല്ലാവർക്കും മടിയാണ്. ഇപ്പോഴത്തെ ഓരോ അസുഖങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ പേടിച്ചു പോകും. മാരകമായ അസുഖങ്ങൾ, അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ. നമ്മൾ ഇനിയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാത്തത്. ഞാനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് പല വഴിക്കും നമ്മുടെ അടുത്ത് വന്നപ്പോഴൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറഞ്ഞ 2 വർഷ കാലമായിട്ടുള്ളൂ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇൻഷുറൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സത്യമായിട്ട് നമുക്കൊരു മനസ്സിൻ്റെ ഉള്ളൊരു ധൈര്യമാണ്. അതിന് പുറമെ ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ കേൾക്കണം. ചെറിയ ചെറിയ അസുഖങ്ങളൊന്നുമില്ല, മാരകമായ അസുഖങ്ങൾ. ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ ചെറിയ അസുഖങ്ങളായിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ അങ്ങോട്ട് ഡീറ്റെയിലേക്ക് പോകുമ്പോൾ അത് വൻ അസുഖങ്ങളൊക്കെ ആയിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അസുഖങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഗൈസ്, കഴിയുന്നവർ നല്ല കമ്പനി നോക്കി ഫീഡ്ബാക്ക് അന്വേഷിച്ച് നല്ലൊരു ഏജന്റിനെ സമീപിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. നിങ്ങളുടെ സേഫ്റ്റിക്ക്, നമ്മുടെ മക്കളുടെ സേഫ്റ്റിക്ക്, നമ്മുടെ കുടുംബത്തിന്റെ സേഫ്റ്റിക്ക്. സാധാരണക്കാരാണ് നമ്മളൊക്കെ. പെട്ടെന്ന് ഇതുപോലത്തെ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഒന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല. പിന്നെ നമ്മുടെ കുടുംബത്തിലും നാട്ടിലൊക്കെ ഇത്രയും വലിയ എമൗണ്ട് തന്ന് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവണം. അതൊക്കെ എത്ര ചെയ്യും? അപ്പോൾ മാക്സിമം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയുന്നവർ എടുക്കണം. നമ്മുടെ സേഫ്റ്റിക്ക്, നമ്മുടെ കുടുംബത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ ഗൈസ്.